ഹായ്, ഗുഡ് മോർണിംഗ്. സുജിത്താണ്. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു. കുറെ ആളുകൾ ജയിച്ചു, കുറെ ആളുകൾ പരാജയപ്പെട്ടു. അഭിനന്ദനങ്ങൾ ജയിച്ചവർക്കും തോറ്റവർക്കും. ഇത്രയധികം വിജയങ്ങൾക്കിടയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട രണ്ട് വിജയങ്ങളാണ്. എറണാകുളത്തെ രണ്ട് അടുത്തടുത്ത വാർഡുകളിലെ ഭാര്യയും ഭർത്താവും ജയിച്ചു. ഭാര്യയുടെ വിജയം 433 വോട്ടുകൾക്കാണ്, ഭർത്താവ് ഏകദേശം 340ഓളം വോട്ടുകൾക്കാണ് ജയിച്ചത്. എന്തുകൊണ്ട് അവർ ജയിച്ചു? കഴിഞ്ഞ 10-20 വർഷമായി അവരുടെ വാർഡുകളിൽ അവർ മാറി മാറി ജയിക്കുന്നു. ഒരു വാർഡിൽ ആദ്യത്തെ വർഷം ഹസ്ബൻഡ് ജയിക്കുന്നു, പിന്നെ ഭാര്യ ജയിക്കുന്നു, അങ്ങനെ മാറി മാറി ജയിക്കുന്നു. ഈ പ്രാവശ്യം അത് 2 വാർഡായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പോൾ അവർ 2 വാർഡിലും അവർ തന്നെ സ്ഥാനാർത്ഥികളായി വിജയിച്ചു. അവരേത് പാർട്ടിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ റെക്കോർഡ് ഭൂരിപക്ഷം, നല്ല പ്രതികരണം. എന്തുകൊണ്ട് അവർ വിജയിച്ചു? കേരളത്തിലെ ഇവരെ കൊണ്ടുപോയി ക്ലാസ് എടുക്കണം. എല്ലാ വാർഡുകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും മീറ്റിങ്ങുകളിൽ വിളിച്ചു കൊണ്ടുപോയി ഇവരെ കൊണ്ട് ക്ലാസ് എടുക്കണം. ഇവരൊരു പാഠമാണ്. എന്തുകൊണ്ട് ഇവർ വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാരമാണ്. സാധാരണക്കാരന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് ഇവരുടെ വിജയം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവരറിഞ്ഞാൽ അത് പിന്നെ അവരുടെ ആവശ്യമാണ്. ആരുടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരറിഞ്ഞാൽ അത് അവരുടെ പ്രശ്നമാണ്. പഞ്ചായത്ത് ഓഫീസുകളിലോ വില്ലേജ് ഓഫീസുകളിലോ ഒന്നും ഒരു പെൻഡിങ്ങും ആർക്കും വരാതെ ഇവർ സഹായിക്കും. അത്ര നല്ല പ്രവർത്തനം. അടുത്ത വർഷം ജയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രവർത്തനമല്ല. ഇന്ന് കാണുന്നു, സംസാരിക്കുന്നു, സന്തോഷമായി പിരിഞ്ഞു. നല്ല രീതിയിലുള്ള പ്രവർത്തനം. അതുകൊണ്ട് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. ഇപ്പോ സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരോട് ഒന്ന് പുഞ്ചിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊന്ന് നിറവേറ്റാൻ, അല്ലെങ്കിൽ അവരോടൊന്ന് സഹായിക്കാനൊന്നും കുറേ ആളുകൾ, എല്ലാവരും അല്ല, കുറേ ആളുകളൊന്നും മുതിരാറില്ല. ആ സമയത്താണ് ഇവർ വ്യത്യസ്തരാവുന്നത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഇതുപോലുള്ള ആളുകളാവണം, അല്ലെങ്കിൽ ഇവരാവണം, അല്ലെങ്കിൽ ഇതുവരെ കണ്ടുപിടിക്കണം. ഇനി പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള എല്ലാവരും നല്ല പ്രവർത്തനങ്ങൾ നടത്തൂ. എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.